ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ പാസായി. വീറ്റോ ചെയ്യാതെ അമേരിക്ക വിട്ടുനിന്നു. ഇസ്രായേലിന്റെ എതിർപ്പ് അവഗണിച്ചാണ് അമേരിക്ക പ്രമേയം വീറ്റോ ചെയ്യാതെ വോട്ടിംഗിൽ നിന്ന് മാറി നിന്നത്. അതേസമയം രക്ഷാസമിതിയിൽ പാസായ പ്രമേയം അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഈ കരട് പ്രമേയം അവിടെ പാസ്സായി 1 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പേ തന്നെ അംഗീകരിക്കാൻ സന്നദ്ധമല്ല എന്നുള്ള ഇസ്രായേലിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. എന്താണ് ഇസ്രായേൽ പറയുന്നത്? ഈ സാഹചര്യങ്ങളെ എങ്ങനെ കാണേണ്ടി വരും? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും അന്തർദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നയതന്ത്ര നീക്കമാണ് ഈ UN രക്ഷാസമിതി പ്രമേയം പാസാക്കി എന്നത്. കാരണം 5.5 മാസത്തിലധികം നീണ്ട ഈ യുദ്ധത്തിൽ ഏതാണ്ട് 22,000-ത്തിലധികം പേർ കൊല്ലപ്പെടുകയും 3/4 ലക്ഷത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത യുദ്ധം, ഗസയിൽ പട്ടിണി പിടിമുറുക്കിയ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു കരാർ അല്ലെങ്കിൽ ഇത്തരമൊരു പ്രമേയം പാസാക്കാൻ സാധിച്ചു എന്നത് ഒരു അന്തർദേശീയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, UN എന്ന പൊതുവേദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ളൊരു ചുവടുവെപ്പ് തന്നെയാണ്. പക്ഷേ നേരത്തെ പലതവണയും ഇത്തരം പ്രമേയങ്ങൾ പരാജയപ്പെടുത്തിയ അമേരിക്ക ഈ വീറ്റോ നൽകാതെ അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രമേയം പാസ്സായത്. 15-അംഗ രക്ഷാസമിതിയിൽ ഏതാണ്ട് അമേരിക്ക മാറി നിന്നതോടുകൂടി 14 രാജ്യങ്ങളും പൂർണ്ണമായി തന്നെ ഈ പ്രമേയത്തെ പിന്തുണച്ചു എന്നതും ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന വാദം ഇത്തരം അന്തർദേശീയ സമ്മർദ്ദമൊന്നും തങ്ങൾക്ക് പരിഗണിക്കാനാവില്ല. തങ്ങൾക്ക് ഏറ്റവും ഞാനൊന്ന് ഇടപെടുന്നു. താജ് ആലുവ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ താജ് ആലുവ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നിപ്പോൾ UN രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം അംഗീകരിക്കപ്പെട്ടത്. കുറേ നാളുകൾക്ക് ശേഷം അമേരിക്ക വീറ്റോ ചെയ്യാതെ വിട്ടുന്നതും ഒക്കെ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ്. ഇനിയിപ്പോൾ ഇസ്രായേൽ അത് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ഇനി UN രക്ഷാസമിതിക്ക് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്? ഇതിനകത്ത് യുണൈറ്റഡ് നേഷൻസ് നേരത്തെ തന്നെ പലതരത്തിലുള്ള ശ്രമങ്ങൾ വെടിനിർത്തലിന് വേണ്ടി നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴാണ് വാസ്തവത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേരിക്ക ഇതിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുന്നതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ പ്രമേയം എത്ര തന്നെ ബൈൻഡിങ് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അത്തരം പ്രമേയങ്ങളെ മുമ്പ് തന്നെ അവഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോയ ചരിത്രമാണ് വാസ്തവത്തിൽ ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിന്റെ കാര്യത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു നടപടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് കരുതുന്നത് വളരെ വിഡിത്തമാണ്. നമുക്ക് അത് നേരത്തെ തന്നെ അനുഭവമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം എന്ന് പറയുന്നത് പൂർണ്ണമായും അവഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇസ്രായേലിനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കാണാം, ഫലസ്തീൻ അനുകൂലമായി വളരെ വലിയ ഒരു പൊതുവികാരം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതായത് ഫലസ്തീൻ പ്രശ്നത്തെ ഒരു തലത്തിലും അവഗണിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക സമൂഹത്തിന്റെ മുമ്പിൽ, ആഗോള സമൂഹത്തിന്റെ മുമ്പിൽ അത് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിനെതിരെ ശക്തമായി ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും അറബ് മുസ്ലിം രാജ്യങ്ങൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ക്രിയാത്മകമായി നടപടിയെടുക്കാൻ ആ അർത്ഥത്തിൽ അവരുടെ ജനത അവരെ കൂടുതലായിട്ട് സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അർത്ഥത്തിലുള്ള ഒരു കൃത്യമായ ഒരു നടപടി ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ടത്. ഇസ്രായേൽ അതിനെയൊക്കെ അവഗണിക്കുമെങ്കിൽ പോലും അവർക്ക് കൃത്യമായി അവഗണിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ അത് രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇന്നിപ്പോൾ അമേരിക്ക ഈ പ്രമേയത്തെ വീറ്റോ ചെയ്യാതെ വിട്ടുനിന്നപ്പോൾ ചെറിയൊരു പ്രതീക്ഷ നൽകിയതാണ്. പക്ഷേ ഇത് ഇസ്രായേലിനെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട ബാധ്യതയും അമേരിക്കക്കായിരുന്നു. അതവർ ചെയ്തതുമില്ല. അപ്പോൾ ഈ അമേരിക്കയുടെ ഇന്നത്തെ ഒരു ഡബിൾ സ്റ്റാൻഡിനെ, ഒരു നീക്കങ്ങൾ എങ്ങനെ കാണേണ്ടി വരും ശ്രീതാജ്? അമേരിക്കക്ക് ശരിക്കും വാസ്തവത്തിൽ ഈ വെടിനിർത്തലിന്റെ വിഷയത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ നേരത്തെ ഒരു വെടിനിർത്തൽ സാധിക്കേണ്ടതും അതുപോലെ തന്നെ ഗസയിലേക്ക് മാനുഷിക സഹായം എത്തേണ്ടതുമായിരുന്നു. പക്ഷേ പലപ്പോഴും ഇസ്രായേലി ഭരണകൂടം എന്താണോ പറയുന്നത്, അവിടുത്തെ പ്രത്യേകിച്ച് സയനിസ്റ്റ് വലതുപക്ഷ വിഭാഗത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു നടപടിയാണ് ഇതുവരെ അമേരിക്ക കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഈ പ്രമേയത്തെ നടപ്പാക്കി കിട്ടുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അമേരിക്ക ചെലുത്തുമെന്ന് നമുക്ക് കരുതാൻ ന്യായമില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ
ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രമേയം പാസ്സായി വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ ഉൾക്കൊള്ളുന്ന അറബ് ഫലസ്തീൻ പ്രശ്നത്തെ പിന്തുണക്കുന്ന ഒരു ചേരി അതിശക്തമായ ഒരു സമ്മർദ്ദം അമേരിക്കയുടെ മേൽ ചെലുത്തുക, അതോടൊപ്പം അമേരിക്ക ഉൾപ്പെടെയുള്ള ഈ വൻകിട രാഷ്ട്രങ്ങൾ അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ മാത്രമുള്ള ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ട് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനുഷികമായ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ഗസയിലേക്ക് സഹായം എത്തിക്കുന്ന വിഷയത്തിൽ വെടിനിർത്തൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആക്രമണങ്ങളുടെ തീവ്രത കുറക്കുന്ന വിഷയത്തിലൊക്കെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. പക്ഷേ അത്തരം അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു ശേഷി തങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ വിജയിക്കുന്നത് വരെ അത് തുടരും എന്ന ഇസ്രായേലിന്റെ ഒരു ബെലിഗ്രന്റ് അപ്രോച്ച്, അവരുടെ ഒരു നമ്മളതിനെ കുറിച്ച് പറയാം ഒരു ധിക്കാരപരമായ നടപടി. ആ നടപടിയെ എത്രത്തോളം അമേരിക്കക്ക് മറികടക്കാൻ സാധിക്കും, അതിനെ സമ്മർദ്ദത്തിലാക്കി, ഇസ്രായേൽ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കി ഇതിനെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് കാണാം, അവർക്ക് പറയത്തക്ക ഒരു വിജയവും ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല. അതായത് നേരത്തെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്ന ഒരു വിഷയമാണത്. അതായത് ബന്ദികളെ മോചിപ്പിക്കാനോ അതല്ലെങ്കിൽ ഈ ഹമാസിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ വകവരുത്താനോ ഈ പറയുന്ന ഗസയുടെ മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാനോ ഒന്നും സാധിക്കാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതീകാത്മകമായ ഒരു വിജയം അവരുടെ പക്കൽ ഇല്ലാത്തിടത്തോളം കാലം അവരെ ഈ പറയുന്ന പ്രമേയത്തിനോട് അനുകൂലമായി പ്രതികരിക്കാൻ അത് പറ്റുന്ന ഒരു തക്ക നടപടിയെടുക്കാൻ അമേരിക്കക്കും സമ്മർദ്ദം ചെലുത്തുന്നതിന് ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഈ എത്രമാത്രം ഇത് പ്രായോഗികമാണ്, ഈ പ്രമേയം കൊണ്ട് വല്ല ഫലവും ഉണ്ടാകുമോ, അത് ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി മാറുമോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവരുടെ വിഷയങ്ങൾക്ക് പ്രത്യേകിച്ച് മാനുഷിക പ്രശ്നങ്ങൾക്ക്, അടിയന്തിരമായ മാനുഷിക പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ്, അതിന് പറ്റുന്ന ഒരു പരിഹാരത്തിലേക്ക് ഇത് എത്തിക്കുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭരണകൂടം വലതുപക്ഷത്തിന്റെ അതിശക്തമായ ഒരു സമ്മർദ്ദം ഉള്ള ഒരു ഭരണകൂടമായതുകൊണ്ട് തന്നെ അതിൽ വളരെ ചെറിയ ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് ഇപ്പോ വെക്കാൻ സാധിക്കുക എന്നാണ് തോന്നുന്നത്. ശരി, ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, വിദേശകാര്യ വിദഗ്ധനും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മോഹനൻ പിള്ള, UN-ന്റെ നിരന്തരമായ ഇടപെടലുകൾക്കും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കുമൊക്കെ ഒടുക്കമാണിപ്പോൾ ഒരു വെടിനിർത്തൽ പ്രമേയം പാസ്സായി കിട്ടുന്നത് പോലും. അത് പാസ്സായി മിനിറ്റുകൾ മാത്രമേ, പക്ഷെ ഒരു മണിക്കൂർ പോലും പിന്നിട്ടിട്ടില്ല. അത് സമ്മതിക്കാൻ കഴിയില്ല, തള്ളിക്കൊണ്ടുള്ള ഇസ്രായേലിൻ്റെ പ്രതികരണവും വന്നിരിക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രക്ഷാസമിതി എടുക്കുന്ന ഒരു പ്രമേയം അംഗീകരിക്കാൻ ഒരു രാജ്യം തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നീടുള്ള അതിൻ്റെ സാങ്കേതികത്വം എങ്ങനെയാണ്? വിശിഷ്യ ഇപ്പോൾ പലസ്തീൻ ഗസയുടെ കാര്യത്തിൽ ഇനി എന്താണ് അനന്തര സാധ്യതകൾ, എന്താണ് ഇതിനുള്ള നീക്കങ്ങൾ എങ്ങനെയാകും? ഇത് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇസ്രയേലിന് യൂണിലാറ്ററലായിട്ട് ഈ രക്ഷാസമിതി ഇൻക്ലൂഡിങ് യുഎസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഒരർത്ഥത്തില് മൗനമായിട്ട് സമ്മതം കൊടുത്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും UN-ന്റെ എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇസ്രയേല് ഒരു കാരണവശാലും US-നെ മറികടന്ന് ഒരു യൂണിലാറ്ററൽ ഡിസിഷനുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിനുള്ള മൂല കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് കാണേണ്ടത് ഈ 2 ദിവസം മുമ്പുണ്ടായ റഷ്യയിലെ ഭീകരാക്രമണം. അതുപോലെ തന്നെ അത് വളരെയധികം നിർണായകമാണ്. റഷ്യയും ചൈനയും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെതിരെ മുന്നോട്ട് വരികയും, എന്നാൽ IS പോലുള്ള തീവ്രമായിട്ടുള്ള ലോകരാഷ്ട്രങ്ങൾ വെറുക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഹിറ്റ് ലിസ്റ്റിലുള്ള തീവ്ര സംഘടനയല്ലാത്ത, അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിനു വേണ്ടി പോരാടുന്ന ഹമാസിനെതിരെയുള്ള ഒരു അറ്റാക്ക് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നടത്തുകയും ഇതുപോലെയുള്ള ടെററിസ്റ്റ് അറ്റാക്കിന് വിക്ടിമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇങ്ങനെ ഒരു പ്രമേയം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരികയും അത് പാസ്സാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രസക്തമാണ്. കാരണം ഒരു റെസ്പെക്റ്റ് തീർച്ചയായിട്ടും ഈ പലസ്തീനില്
അത്യന്താപേക്ഷിതമാണ് എന്ന് എല്ലാവിധ ലോകരാഷ്ട്രങ്ങൾക്കും മനസ്സിലാവുകയും അതുപോലെ ഖത്തർ ഒക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രത്യേകിച്ചും ഈ പുണ്യമാസത്തില് ഉള്ള ഒരു വെടിനിർത്തൽ അത് ഒരുപക്ഷെ സാധാരണഗതിയിൽ മുന്നോട്ട് വരാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യവും ഉള്ളതുകൊണ്ട് അമേരിക്ക കയറി ഒരു വൺ സ്റ്റെപ്പ് ഹെഡായിട്ടൊരു കൺസെന്റ് കൊടുത്തതാകാം എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് എങ്ങനെ ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളത് അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരു സൈഡിലും അതിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ ഞങ്ങൾ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയും കൂടെ ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് കാണേണ്ടത് അടുത്ത സ്റ്റെപ്പ്, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ നടപടികൾ എൻഫോഴ്സ് ചെയ്ത് എങ്ങനെ വരുന്നു, എങ്ങനെ അത് നടപ്പിലാക്കുന്നു, അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈ ബിഗ് 5 രാജ്യങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രയേലിന് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഇത് അംഗീകരിച്ച് മതിയാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താജ് ആലുവയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ താജ് ആലുവ, ഇതിനകത്ത് ഡോക്ടർ മോഹൻ പിള്ള സൂചിപ്പിച്ചതുപോലെ വൻശക്തി രാജ്യങ്ങൾ, ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളുടെ പ്രതികരണവും അവരുടെ നിലപാടും എന്തായിരിക്കും എന്നുള്ളതാണ് ലോകരം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരുൾപ്പെടെ എടുത്ത ഒരു തീരുമാനം ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ UN-ന്റെ രക്ഷാസമിതിയുടെ ആകെ പ്രസക്തി ഇല്ലാതാകുന്ന ഒരു ഘട്ടം കൂടിയുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇസ്രായേലിന് ഇപ്പോഴത്തെ വളരെ പെട്ടെന്ന് ഇത് അംഗീകരിക്കില്ല എന്നുള്ളൊരു തീരുമാനം അവരെടുത്തെങ്കിൽ കൂടിയും വരും മണിക്കൂറുകളിൽ ഇത് സമ്മതിക്കേണ്ടി വരും എന്നുള്ള ഒരു സാധ്യത ഇസ്രായേലിന് മുന്നിലുണ്ട് എന്ന് കരുതുന്നുണ്ടോ താങ്കൾ? അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോ നമ്മൾ കാണുന്നത് ഇപ്പോ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുമ്പിൽ ഇസ്രായേൽ പറഞ്ഞ സംഗതി, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഇസ്രായേൽ എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത്, എത്ര തന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും അല്ലെങ്കിൽ ഞങ്ങൾ ഒരു കുറ്റവാളികളാണ് എന്ന് കണ്ടാലും ആ കോടതിയുടെ ഒരു തരത്തിലുള്ള വിധിയും ഞങ്ങൾ അംഗീകരിക്കില്ല പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ നോക്കൂ, ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വന്നതിന് ശേഷം കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ഗസയിലെ പ്രശ്നങ്ങൾ, ഗസയിലെ അവരുടെ ഇടപെടലുകളും അതുപോലെ തന്നെ അവരുടെ യുദ്ധത്തിന്റെ വിശദാംശങ്ങളൊക്കെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും, അതുപോലെ തന്നെ ജനോസൈഡിന് കാരണമല്ലാത്ത അല്ലെങ്കിൽ ജനോസൈഡിന്റെ പരിധിയിൽപ്പെടുന്ന യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും വളരെ അതിനെയൊക്കെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല നടത്തുന്നതിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരാലംബരായ വൃദ്ധരെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തുന്നതിൽ യാതൊരു തരത്തിലുള്ള ഒരു പിശുക്കും അല്ലെങ്കിൽ ഒരു മനുഷ്യത്വവും കാണിക്കാത്തൊരു നടപടിയാണ് ഇസ്രായേൽ ഇതുവരെ തുടർന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളോട്, പ്രത്യേകിച്ച് യുണൈറ്റഡ് നേഷൻ ആകട്ടെ, അല്ലെങ്കിൽ നീതിന്യായ കോടതിയാകട്ടെ, ക്രിമിനൽ കോടതിയാകട്ടെ, അതിനോടൊക്കെ എല്ലാ അർത്ഥത്തിലും തങ്ങൾക്ക് അനുകൂലമായ നടപടികളിൽ മാത്രം പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ ഈ പ്രമേയം, നമുക്ക് ഇതിനു മുൻപത്തെ ചരിത്രം നോക്കിയാൽ തന്നെ ധാരാളം പ്രമേയങ്ങൾ ഇത്തരം ഇസ്രായേലിനെതിരെയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള, ഫലസ്തീനികളുടെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു അനുഭാവമോ അല്ലെങ്കിൽ അത് നടപ്പാക്കുന്നതിനുള്ള ഒരു താല്പര്യമോ ഇസ്രായേൽ വെച്ചു പുലർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതില് ഒരു അനുകൂലമായ, ഫലസ്തീനികൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ പ്രമേയത്തിന്റെ അന്തസത്തയോട് യോജിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഇസ്രായേൽ എടുക്കുമെന്ന് കരുതാൻ നമുക്കൊരു ന്യായവുമില്ല. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, അമേരിക്കക്ക് മാത്രമാണ് ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കുക. മറ്റൊരു രാജ്യത്തിനും ഒരു തരത്തിലും, പ്രത്യേകിച്ച് നമുക്ക് കാണാം അറബ് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യത്തിലെ മറ്റു രാജ്യങ്ങളോ ഏതെങ്കിലും അർത്ഥത്തിൽ, ഈവൻ യൂറോപ്യൻ യൂണിയന് പോലും ആ അർത്ഥത്തിൽ ഇസ്രായേലിനെ ഒരു നിലക്കും സ്വാധീനിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അമേരിക്ക തന്നെ വിചാരിക്കണം ഈ അർത്ഥത്തിൽ ഏതെങ്കിലും അവരുടെ ആയുധ കയറ്റുമതി നിർത്തിവെക്കുക, അതുപോലെ ഇസ്രായേലിനുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ വെട്ടിച്ചുരുക്കുക, ഇതുപോലുള്ള നടപടികളിലൂടെ അതിശക്തമായ ഒരു സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ അതിന് പ്രതീക്ഷയുള്ളൂ. അത് എത്രമാത്രം അമേരിക്ക, പ്രത്യേകിച്ച് ഇപ്പോ നമ്മൾ കാണുന്നു പല പ്രാവശ്യം വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ
ജെറുസലേമിലും ടെലവീവിലും ഒക്കെ പോയിട്ട് പല ഘട്ടത്തിലായി ചർച്ച നടത്തിയിട്ടും അതിനൊന്നും വകവെക്കാതെയുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അമേരിക്കക്ക് ഇത് ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ സാധിക്കും, ഇസ്രായേൽ ഭരണകൂടത്തെ പ്രേരിപ്പിക്കാൻ സാധിക്കും എന്നത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇവിടെ പ്രധാനമായിട്ടും നന്ദി ശ്രീ താജ് ആലുവ വിശദമായൊരു വിലയിരുത്തൽ നടത്തിയതിന്. ഒരിക്കൽ കൂടി MCAയിലേക്ക് പോകുന്നു. MCA, ഇതിലിപ്പോ UN രക്ഷാസമിതി ഒരു പ്രമേയം പാസ്സാക്കുന്നു. അതിൽ വൻശക്തി രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഒക്കെ വോട്ട് ചെയ്ത ഒരു പ്രമേയം കൂടിയാണ്. അത് അംഗീകരിക്കുന്നില്ല. ഒരു ധാർഷ്ട്യവും ധിക്കാരവുമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ കുറെ കൂടി സ്റ്റേണായ ഒരു നിലപാട് ഈ വൻശക്തി രാജ്യങ്ങൾ എടുക്കും. അങ്ങനെ ഇതൊരു ഒരു വലിയ ക്രൈസിസിലേക്ക്, കാര്യങ്ങൾ ഒരു വലിയ തർക്കത്തിലേക്ക് പോകും എന്ന ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഇനി വരും മണിക്കൂറുകളിലെങ്കിലും ഇസ്രായേൽ ഒരു വലിയ സമ്മർദ്ദങ്ങൾ കൊടുക്കാം, ഇതിന് സമ്മതിക്കേണ്ടി വരും എന്നൊരു തോന്നലുണ്ടോ? സൈഫുദ്ദീൻ, രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങളാണ്. ഈ സ്ഥിരാംഗങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വിട്ടുനിന്നാൽ അല്ലെങ്കിൽ വീറ്റോ ചെയ്താൽ പോലും സ്വാഭാവികമായിട്ടും ഏത് പ്രമേയവും തുടർ നടപടികളും പരാജയപ്പെടുമെന്നതാണ്. ഇത് ഇസ്രായേലിനെ കൊണ്ട് ഇത് അംഗീകരിപ്പിക്കാൻ സൈനിക നടപടിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളൊക്കെയാണ് രക്ഷാസമിതിക്കും UN-നും മുന്നോട്ട് വെക്കാനുള്ളത്. പക്ഷേ അതിനെ അമേരിക്ക പോലുള്ള ഒരു രാജ്യം, സ്ഥിരാംഗമായിട്ടുള്ള ഒരു രാജ്യം അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർ നടപടികളെയും അത് പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനമായി US സ്റ്റേറ്റ് വകുപ്പിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഈ പ്രമേയം ബൈൻഡിംഗ് അല്ല. ആ ബൈൻഡിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു രീതികളിലൂടെ, അതായത് ഇപ്പം ഖത്തറിലും ഈജിപ്തിലും ഒക്കെ നടന്ന ചർച്ചകളിലൂടെ മാത്രമാണ് ഇരു കൂട്ടരെയും ഇതിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ മാത്രമേ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതാകൂ. അതിനുവേണ്ടി തങ്ങൾ നീക്കം നടത്തുമെന്നാണ് പറയുന്നത്. അതായത് UN രക്ഷാസമിതിയുടെ ഈ പ്രമേയം ഏതെങ്കിലും അർത്ഥത്തിൽ നടപ്പാക്കാനുള്ളൊരു താല്പര്യം അമേരിക്ക പ്രകടിപ്പിക്കാത്ത ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർ നടപടികളും ഏതെങ്കിലും അർത്ഥത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധ്യമല്ല. പക്ഷേ ഈ പ്രമേയം പ്രധാനമായിട്ട് ഊന്നി പറയുന്നത് ഗസയിൽ ഉടനീളം സഹായം ലഭ്യമാക്കണം, ബന്ദികളെ പൂർണ്ണമായിട്ട് മോചിപ്പിക്കണം എന്നതാണ്. പക്ഷേ ഹമാസ് മുന്നോട്ട് വെക്കുന്നത് ആക്രമണം അവസാനിപ്പിക്കുക, ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക, അതോടൊപ്പം തന്നെ ഈ പുറന്തള്ളപ്പെട്ടവർക്ക് തിരിച്ചു വരാനുള്ള അവസരമൊരുക്കുക. ഈ 3 ഉപാധികളാണ്. പക്ഷേ ഈ 3 ഉപാധികളും അംഗീകരിക്കാൻ ഒരുക്കമല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളവും അവർക്കും പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മുടെ താജാലുവയും മറ്റുമൊക്കെ വ്യക്തമാക്കിയതുപോലെ അമേരിക്ക മനസ്സുവെക്കുകയും കൃത്യമായിട്ടുള്ള ആർജവത്വപൂർണ്ണമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യാത്തിടത്തോളം ഈ പ്രമേയത്തിനെ കൊണ്ട് മാത്രം തുടർ നടപടികൾ ഏതെങ്കിലും അർത്ഥത്തിൽ അനുഭാവപൂർണ്ണമായി ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്തുക അസാധ്യമാണ്. ഇനി US സ്റ്റേറ്റ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പര്യടനം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇപ്പോൾ അമേരിക്കയിലുണ്ട്. നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അമേരിക്കയിലേക്കുള്ള യാത്ര ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിലൂടെയോ അവരുടെ ഒരു സമ്മർദ്ദത്തിലൂടെയോ മാത്രമായിരിക്കും ഏതെങ്കിലും അർത്ഥത്തിൽ ഈ കരാർ നടപ്പാക്കാനുള്ള ഒരൊറ്റ വിദൂരമായിട്ടുള്ള സാധ്യത.